ബിഗ് ബോസ് മലയാളം സീസൺ 8 അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ 8 വരാൻ പോകുന്ന സാഹചര്യത്തിൽ ഈ കഴിഞ്ഞ 7 സീസണുകൾ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഏറ്റവും മികച്ച 5 കണ്ടസ്റ്റന്റ് ആരൊക്കെയാണെന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത്. എന്തൊക്കെയാണെങ്കിലും ഈ ഒരു വീഡിയോ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസിനെ കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പം ഈ പറയാൻ പോകുന്ന പലരുടെയും പേരുകൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇഷ്ടപ്പെട്ടില്ല എന്ന് വരും. പക്ഷേ ഇവരെല്ലാവരും ബിഗ് ബോസിൽ പങ്കെടുത്തിരുന്ന സമയത്ത് ഏറ്റവും മികച്ചതായിട്ട് മറ്റുള്ള എല്ലാ കണ്ടസ്റ്റൻസിനെതിരെയും ഡോമിനേറ്റ് ചെയ്ത് അടിപൊളിയായിട്ട് നിന്ന കണ്ടസ്റ്റൻസ് തന്നെയാണ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ബിഗ് ബോസ് മലയാളം സീസൺ 8 ബന്ധപ്പെട്ടിട്ടുള്ള അപ്ഡേറ്റ്സിനും വീഡിയോസിനുമായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. അങ്ങനെ നമ്മുടെ ലിസ്റ്റിൽ ഞാൻ 5ാമത്തെ പേര് പറയുന്നത് അനീഷേട്ടനായിരിക്കും. ബിഗ് ബോസ് മലയാളം സീസൺ 7 കോമണർ കണ്ടസ്റ്റന്റ് ആയിട്ട് പങ്കെടുത്ത അനീഷേട്ടൻ ഒരു കൂട്ടം സെലിബ്രിറ്റീസിനെതിരെ ഡോമിനേറ്റ് ചെയ്ത് മത്സരിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ ഒരു വലിയൊരു വിജയം ഉണ്ടാക്കിയെടുത്ത കണ്ടസ്റ്റന്റ് ആയിരുന്നു. അതുപോലെ തന്നെ ബിഗ് ബോസ് മലയാളം സീസൺ 7 ഫസ്റ്റ് റണ്ണറപ്പ് ആയിരുന്നു. ഒരുപാട് ജനങ്ങൾ ആ ഒരു സീസൺ അനീഷേട്ടൻ വിജയിക്കുമെന്ന് ആത്മാർത്ഥമായിട്ട് പ്രതീക്ഷിച്ചിരുന്നു, ആഗ്രഹിച്ചിരുന്നു. എന്തൊക്കെയാണെങ്കിലും ബിഗ് ബോസ് മലയാളം സീസണുകൾ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഏറ്റവും മികച്ച ഒരു കോമണർ കണ്ടസ്റ്റന്റ് ആയിരുന്നു അനീഷ്. അടുത്തതായിട്ട് ഞാൻ 4ാമത്തെ പേര് പറയുന്നത് നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ 1 കണ്ടസ്റ്റന്റ് ആയിട്ടുണ്ടായിരുന്ന സാബുമോനാണ്. അദ്ദേഹം തന്നെയായിരുന്നു സീസൺ 1 വിന്നറും. എന്തൊക്കെയാണെങ്കിലും സാബുമോന്റെ ഗെയിം നമ്മൾ ഈ പറയുന്ന ബിഗ് ബോസ് സീസൺ 1 നമ്മൾ ആദ്യമായിട്ടാണ് ഈ ഒരു റിയാലിറ്റി ഷോ കാണുന്നത്. എല്ലാവരുടെയും മനസ്സിൽ വളരെ ചുരുങ്ങിയ നാളുകൊണ്ട് ഈ ഒരു റിയാലിറ്റി ഷോയിലൂടെ ഒരു ഒരു സ്നേഹബന്ധം ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാബുമോന് സാധിച്ചിട്ടുണ്ട്. അതിലൂടെ അദ്ദേഹം ആ ഒരു റിയാലിറ്റി ഷോയുടെ വിന്നറുമായി. അപ്പോൾ നമ്മുടെ ലിസ്റ്റിൽ ഞാൻ 4ാമത്തെ പേര് പറയുന്നത് സാബുമോനായിരിക്കും. ദെൻ അടുത്തത് നമ്മുടെ ലിസ്റ്റിൽ ഞാൻ 3ാമത്തെ പേര് പറയുന്നത് ഒന്നല്ല 2 വ്യക്തികളാണ്. നമ്മുടെ പേളി മാണിയും ശ്രീനേഷും. ബിഗ് ബോസ് മലയാളം സീസൺ 1 തന്നെ 2 കണ്ടസ്റ്റൻസ് ആയിരുന്നു ഈ പറയുന്ന പേളി മാണിയും ശ്രീനേഷും. ഇവർ രണ്ടുപേരും ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോ ഒരു ഫേക്ക് അല്ല, റിയൽ ആയിട്ടുള്ള ഒരു റിയാലിറ്റി ഷോ ആണ്. ഇതൊന്നും സ്ക്രിപ്റ്റഡ് അല്ല. അവിടെ വരുന്ന മനുഷ്യന്മാരുടെ ഇമോഷൻസും അവിടെ എല്ലാം ഭയങ്കര റിയൽ ആയിട്ട് വരുന്നതാണെന്ന് പ്രൂവ് ചെയ്ത 2 വ്യക്തികളാണ്. ഇപ്പൊ അവർ കല്യാണം ഒക്കെ കഴിച്ചു 2 കുട്ടികളൊക്കെ ആയിട്ട് വളരെ സന്തോഷമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നു. എന്തൊക്കെയാണെങ്കിലും പേളി മാണിയെയും ശ്രീനേഷിനെയും ഇപ്പോഴും ഒത്തിരി പേർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. ഈ 2 വ്യക്തികളും ബിഗ് ബോസ് മലയാളത്തിന്റെ ഹിസ്റ്ററി നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഒട്ടും ഒഴിച്ചു നിർത്താൻ പറ്റാത്ത 2 കണ്ടസ്റ്റൻസ് തന്നെയാണ്. ദെൻ അടുത്തതായിട്ട് നമ്മുടെ ലിസ്റ്റിൽ ഞാൻ 2ാമത്തെ പേര് പറയുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ 4 കണ്ടസ്റ്റന്റ് ആയിട്ടുണ്ടായിരുന്ന ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ആയിരിക്കും. ഡോക്ടർ റോബിന്റെ പേര് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ബിഗ് ബോസിൽ ഒരു മാസീവ് ഫാൻ ബേസ് ക്രിയേറ്റ് ചെയ്തെടുത്ത ഒരു വ്യക്തിയായിരുന്നു ഡോക്ടർ റോബിൻ. അതുപോലെ തന്നെ ആ ഒരു സീസണിൽ പൂർണ്ണമായിട്ടും അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ബിഗ് ബോസ് മലയാളം സീസൺ 4 ടൈറ്റിൽ വിന്നർ റോബിൻ തന്നെ ആയിരിക്കും. എന്തൊക്കെയാണെങ്കിലും ബിഗ് ബോസിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒരു കണ്ടസ്റ്റന്റിന്റെ ജീവിതം തന്നെ മാറും. അയാൾക്ക് എങ്ങനെ വേണമെങ്കിലും ഒരു ഫാൻ ബേസ് ഉണ്ടാക്കിയെടുക്കാം, എത്ര ജനങ്ങളുടെ സ്നേഹം വേണമെങ്കിലും പിടിച്ചു പറ്റാനായിട്ട് സാധിക്കുമെന്ന് ആദ്യമായിട്ട് ബിഗ് ബോസിൽ പ്രൂവ് ചെയ്ത ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു റോബിൻ. അതുപോലെ തന്നെ അദ്ദേഹം ആ ഒരു ഷോയിൽ നിന്ന് എവിക്റ്റായി പുറത്തേക്ക് വന്ന സമയത്ത് ആയിരക്കണക്കിന് ജനങ്ങളായിരുന്നു അദ്ദേഹത്തെ കാണാനും ഏറ്റെടുക്കാനും ചെന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ബിഗ് ബോസ് മലയാളം സീസൺ 4 ആയിരുന്നു നമ്മുടെ ബിഗ് ബോസിന്റെ ഹിസ്റ്ററിയിൽ തന്നെ ഏറ്റവും കൂടുതൽ TRP റേറ്റിംഗ് ഉണ്ടാക്കിയെടുത്ത സീസൺ. അതിന് ഏറ്റവും കൂടുതൽ കാരണമായിട്ട് വന്നത് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ തന്നെയാണ്. ദെൻ അടുത്തതായിട്ട് ഞാൻ 1ാമത്തെ പേര് പറയുന്നത് മറ്റാരുമല്ല ബിഗ് ബോസ് മലയാളം സീസൺ 5 ടൈറ്റിൽ വിന്നർ ആയിട്ടുണ്ടായിരുന്ന അഖിൽ മാരാറാണ്. ഈ ഒരു ബിഗ് ബോസ് മലയാളത്തിന്റെ ഹിസ്റ്ററി നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും കുറവ് TRP റേറ്റിംഗ് ഉണ്ടാക്കിയെടുത്ത ഒരു സീസൺ ആയിരുന്നു സീസൺ 5 എന്ന് പറയുന്നത്. വളരെ ചെറിയൊരു സീസൺ ആയിരുന്നു. എന്തൊക്കെയാണെങ്കിലും ആ ഒരു ചെറിയ സീസണിലും മറ്റുള്ള എല്ലാ കണ്ടസ്റ്റൻസിനോടും ഡോമിനേറ്റ് ചെയ്ത് തനിക്കെതിരെ നിൽക്കാൻ പോലും ഒരു കണ്ടസ്റ്റന്റിനെ പോലും സമ്മതിക്കാതെ ആ ഒരു ഷോ വിജയിച്ച ഒരു വ്യക്തിയായിരുന്നു അഖിൽ മാരാർ. സത്യം പറഞ്ഞാൽ അഖിലിനെതിരെ നിൽക്കാനായിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് പോലും ആ ഒരു സീസണിൽ ഉണ്ടായിരുന്നില്ല. ദെൻ അതുപോലെ തന്നെ സീസൺ 5 ഫൈനൽ 5 നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ 62% വോട്ട് നേടിക്കൊണ്ടാണ് അഖിൽ മാരാർ ആ ഒരു സീസണിന്റെ ടൈറ്റിൽ വിന്നർ ആയത്. അതായത് ഒരു സീസണിൽ ജനങ്ങളുടെ വോട്ടിങ്ങിന്റെ അടിസ്ഥാനത്തിൽ ഭൂരിപക്ഷം വോട്ടും ഒരൊറ്റ കണ്ടസ്റ്റന്റിലേക്ക് മാത്രം വന്ന് നിൽക്കുന്നത്. അതായത് എതിരായിട്ട് നിൽക്കാൻ പോലും മറ്റൊരു കണ്ടസ്റ്റന്റ് ഇല്ലാത്ത ഒരു വിജേതാവായിരുന്നു അഖിൽ മാരാർ. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന പോലെ മൈൻഡ് ഗെയിം, ബിഗ് ബോസിൽ നിൽക്കുന്ന പല സ്ട്രാറ്റജീസും മറ്റുള്ള കണ്ടസ്റ്റൻസിനെ പ്രൊവോക്ക് ചെയ്ത് കണ്ടന്റുകൾ ഉണ്ടാക്കുക, എന്തുകൊണ്ട് ബിഗ് ബോസ് മലയാളത്തിന്റെ ഹിസ്റ്ററി തന്നെ ഏറ്റവും മികച്ച ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു അഖിൽ മാരാർ. ഈ ഒരു സമയത്ത് ഒത്തിരി ട്രോളുകൾക്കൊക്കെ ഇരയാവുന്നുണ്ട്. എന്തുണ്ടെങ്കിൽ തന്നെ ബിഗ് ബോസിൽ പങ്കെടുത്ത സമയത്ത് ആളൊരു പുലി തന്നെ ആയിരുന്നു, അത് സമ്മതിക്കാതെ വയ്യ. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ബിഗ് ബോസ് മലയാളം സീസൺ 5 ടൈറ്റിൽ വിന്നർ ആയിട്ടുള്ള അഖിൽ മാരാറാണ് ഈ ഒരു ലിസ്റ്റിൽ 1ാമത്തെ പേര്.
അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഈ ഒരു ലിസ്റ്റിൽ ഞാൻ ആദ്യ 5 കണ്ടസ്റ്റൻസിന്റെ പേര് പറഞ്ഞത് എൻ്റെ കൂടി പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസിനെ ഉൾപ്പെടുത്തിയിട്ടാണ്. അപ്പം നിങ്ങളുടെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ബിഗ് ബോസിലെ ഓൾ ടൈം ബെസ്റ്റ് കണ്ടസ്റ്റൻസിന്റെ ലിസ്റ്റ് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എൻ്റെ ലിസ്റ്റ് ഞാൻ ഒന്നുകൂടി പറയാം. 5-ാമത്തെ പേര് ബിഗ് ബോസ് മലയാളം സീസൺ 7 അനീഷേട്ടന് കൊടുത്തു. ദെൻ 4-ാമത്തെ പേര് ബിഗ് ബോസ് മലയാളം സീസൺ 1 സാബുമോനാണ് കൊടുത്തത്. ദെൻ അടുത്തത് ഈ പറയുന്ന ബിഗ് ബോസ് മലയാളം സീസൺ 1 തന്നെ നമ്മുടെ പേളി മാണിക്കും ശ്രീനേഷിനും കൊടുത്തു. ദെൻ അടുത്തത് ബിഗ് ബോസ് മലയാളം സീസൺ 4 2-ാം സ്ഥാനം ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന് കൊടുത്തു. അടുത്തത് 1-ാം സ്ഥാനം ബിഗ് ബോസ് മലയാളം സീസൺ 5 അഖിൽ മാരാറിനും കൊടുത്തു. അപ്പോൾ തീർച്ചയായിട്ടും ജനങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്